ശാലിമ ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവമുണ്ടായത്. മാരായിമുട്ടം സ്വദേശി ജോയിയെയാണ് കാണാതായത്. 42 വയസ്സായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരനാണ്. രാവിലെ ഈ മാലിന്യം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ആമേഞ്ചാത്തോട് വൃത്തിയാക്കുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. 3 ജീവനക്കാരായിരുന്നു ഒരുമിച്ച് ഈ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയത്. ശക്തമായ മഴ രാവിലെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. നഗരത്തിലൊക്കെ വലിയ രീതിയിൽ മഴയായിരുന്നു രാവിലെ വെച്ചിട്ട്. ഈ മഴ പെയ്യുന്ന സമയത്ത് മറ്റ് 2 പേർ ഈ തോടിൽ നിന്നും കരയിലേക്ക് ജോയിയോടും കരയിലേക്ക് കയറാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കയറുന്നതിന് തൊട്ട് മുമ്പ് ഈ മറുവശത്തായിരുന്നു കയറാൻ ജോയി ശ്രമിച്ചത്. ആ സമയത്താണ് ഒഴുക്കിൽപ്പെട്ടത്. ഇപ്പോൾ മുട്ടോളമാണ് വെള്ളം ഉള്ളതെങ്കിൽ കൂടിയും വലിയ രീതിയിൽ മഴ പെയ്ത സമയത്ത് വലിയ രീതിയിൽ വെള്ളം കുത്തൊലിച്ചെത്തുകയായിരുന്നു. ഇതിലാണ് ജോയ് അപകടത്തിൽപ്പെട്ടത്. ആ സമയത്ത് തന്നെ ജീവനക്കാർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. വലിയ ആഴത്തിലുള്ള തോടാണിത്. റോഡിൽ നിന്നും വലിയൊരു താഴെയാണ്. ഇവർ സ്റ്റെപ്പുകളൊക്കെ വെച്ചായിരുന്നു ഈ തോടിലേക്ക് ഇറങ്ങി വൃത്തിയാക്കൽ നടപടിയിലേക്കൊക്കെ കടന്നിരുന്നത്. പക്ഷേ ആ സമയത്ത് ജോയിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഉടൻ തന്നെ ഫയർഫോഴ്സ് അവിടെ എത്തി രക്ഷാപ്രവർത്തനമൊക്കെ ആരംഭിച്ചെങ്കിലും ഇപ്പോഴും അത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. സ്ക്യൂബ ഡൈവ് ടീമൊക്കെ സ്ഥലത്തെത്തി. രണ്ടക്കം ഓക്സിജൻ സിലിണ്ടറും മറ്റു സുരക്ഷകളൊക്കെ കൊണ്ട് അവിടെ കൂമ്പാരത്തിനടിയിലേക്കൊക്കെ പരിശോധന നടത്തിയെങ്കിലും ആദ്യഘട്ടത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് ദൂരം അവർ മുന്നോട്ട് പോയി. പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ പിന്നീട് അവർ തിരിച്ചു വരികയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ അവിടെ ഉള്ള മാലിന്യങ്ങൾ നീക്കാനുള്ള നടപടികളിലേക്കാണ് ഫയർഫോഴ്സ് നീങ്ങുന്നത്. ഇപ്പോൾ കൂടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കിയ ശേഷം രക്ഷാപ്രവർത്തനവുമായി വീണ്ടും മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനും അതോടൊപ്പം തന്നെ കോഫി ഹൗസിനും KSRTC ബസ് സ്റ്റാൻഡിനൊക്കെ സമീപത്തുള്ള ഈ തോടിൻ്റെ ഭാഗത്താണ് ഈ അപകടം സംഭവിച്ചത്. ഇപ്പോൾ ഇതിന് ശേഷം ഒരു 100 മീറ്ററിൽ കൂടുതലുള്ള ടണലാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ട്രാക്കിൻ്റെ അടിയിലൂടെ പോകുന്ന വലിയ ടണലുള്ളത്. ഈ ടണലിൻ്റെ അപ്പുറത്താണ് പിന്നീട് ഈ തോട് വന്ന് പിന്നീട് തോട്ടിലേക്കാണ് ഈ ടണൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒന്നുകിൽ ഈ മാലിന്യ കൂമ്പാരത്തിൽ കുടുങ്ങിക്കിടക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ടണലിലൂടെ പോയി മറുവശത്തും കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു വിലയിരുത്തലിൽ ഫയർഫോഴ്സ് സംഘം മറുവശത്തും ഇപ്പോൾ തിരച്ചിൽ തുടരുകയാണ്. 2 ഭാഗത്തും തിരച്ചിൽ തുടരുന്നുണ്ട്. എന്തായാലും ഉടൻ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഫയർഫോഴ്സ് ഇപ്പോൾ തിരച്ചിൽ നടത്തിയിരിക്കുന്നത്. 3 പേരായിരുന്നു ഈ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയിരുന്നത്. അതിൽ ഒരാളെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ശക്തമായ മഴ രാവിലെ ഉണ്ടായിരുന്നു. ആ മഴയിലാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ മാലിന്യ കൂമ്പാരത്തിൽ നീക്കിക്കൊണ്ടുള്ളൊരു പരിശോധന നടത്തിയെങ്കിലും അതിൽ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു. പിന്നീട് 2 സ്ക്യൂബ ടീം, പ്രത്യേക പരിശീലനം ചോദിച്ച സ്ക്യൂബ ടീം സ്ഥലത്തെത്തി. 2 പേർ സുരക്ഷാ നടപടികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് തോടിൻ്റെ ഉൾവശത്തുകൂടെ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ അധിക ദൂരം മുന്നോട്ട് പോകാൻ കഴിയാതെ അവർ തിരിച്ചു വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. കാരണം അത്രയേറെ മാലിന്യങ്ങൾ തങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അധിക ദൂരം ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പിന്നീട് അവർ തിരിച്ചു കയറുകയായിരുന്നു. ഇപ്പോൾ ചുറ്റുമുള്ള മാലിന്യം നീക്കി വീണ്ടും അകത്തേക്ക് പോയി പരിശോധന നടത്താനുള്ള നീക്കം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ വല കൊണ്ട് ഈ പ്ലാസ്റ്റിക് അവിടെ കിടക്കുന്ന കുപ്പിയും പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളുമൊക്കെ മാറ്റിയ ശേഷം വീണ്ടും അകത്തേക്ക് പോയി ജോയിക്കായി തിരച്ചിൽ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 3 മണിക്കൂറോളമായി ജോയിയെ കാണാതായിട്ട്. ജോയിയെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഏകദേശം 100 മീറ്ററിൽ കൂടുതലുള്ള വലിയ ടണലാണ് ഉള്ളത്. ആ ടണലിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിലൂടെ മറുവശത്തേക്ക് എത്തിയോ എന്നൊക്കെയാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 ഭാഗത്തും ഫയർഫോഴ്സ് സംഘം തിരച്ചിൽ തുടരുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ 2 ഭാഗത്തുമായി ഈ ടണൽ തുടങ്ങുന്ന ഭാഗത്തും അവസാനിക്കുന്ന ഭാഗത്തും പരിശോധന നടക്കുകയാണ്. ശക്തമായ ഒഴുക്ക്, പെട്ടെന്ന് ഉണ്ടായ മഴയിൽ ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു. ആ ഒഴുക്കിലാണ് ജോയ് അപകടത്തിൽപ്പെട്ടതെന്നാണ് കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ വിശദീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരനാണ് ഈ കാണാതായിരിക്കുന്ന ജോയ്.
റെയിൽവേയുടെ നിർദ്ദേശപ്രകാരമാണ് കോർപ്പറേഷനുമായി ഇത്തരത്തിലൊരു മാലിന്യ നീക്കം അടക്കമുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. കാരണം ശക്തമായ മഴയുന്ന സമയത്ത് ഇത്തരത്തിൽ മാലിന്യങ്ങൾ കൂടിക്കടന്ന് വലിയ രീതിയിലുള്ള വെള്ളം ഉയരുന്ന ഒരു സാഹചര്യം തമ്പാരിലൊക്കെ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു ഒരു വൃത്തിയാക്കൽ പ്രവർത്തനത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതിൽ ഉണ്ടായിരുന്ന ഒരാളെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. അയാൾക്കായുള്ള തിരച്ചിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ ഒഴുക്കായിരുന്നു, ശക്തമായ മഴയായിരുന്നു രാവിലെ 11 മണിക്കുണ്ടായിരുന്നത്. ആ മഴയിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. 3 പേരുണ്ടായിരുന്നതിൽ 2 പേർ സുരക്ഷിതമായി തന്നെ കരയിലേക്ക് കയറി. അതിനിടയിൽ ജോയിക്ക് മാത്രമാണ് കരയിലേക്ക് കയറാൻ കഴിയാതിരുന്നത്. ജോയിയെ കണ്ടെത്താനുള്ള പരിശ്രമത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. സ്കൂബ ടീം അടക്കമുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. മാലിന്യമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ആ മാലിന്യ കൂമ്പാരത്തിൻ്റെ ഉള്ളിലൂടെ മറുവശത്തേക്ക് അല്ലെങ്കിൽ ഉള്ളിലേക്ക് ചെന്ന് പരിശോധന നടത്താൻ സ്കൂബ ടീമിന് പോലും കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. വലിയ രീതിയിൽ കട്ടിയിൽ തന്നെ അവിടെ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതാണിപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിൽ വെല്ലുവിളിയായി മാറുന്നത്. അത് നീക്കം ചെയ്തുകൊണ്ട് അകത്ത് കയറി പരിശോധന നടത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ കേരള ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാലിമ. രജീഷ്, ഇതിപ്പോൾ മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ട മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളാണ്. എന്നാൽ പോലും ഈ മഴ സമയത്ത് ഇത് ചെയ്യുമ്പോൾ എത്ര സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് ഈ തൊഴിലാളികൾ ഇറങ്ങിയതിനെ പറ്റി വല്ല ധാരണയുമുണ്ടോ? സാധാരണ അത്തരത്തിൽ വലിയ സുരക്ഷാ മുന്നൊരുക്കങ്ങളൊന്നും ഇവർ സ്വീകരിച്ചിട്ടില്ലെന്നാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണ മാലിന്യങ്ങൾ അവിടെ നിന്നും സ്വീകരിക്കുന്ന നടപടി മാത്രമേ അവർ സ്വീകരിച്ചിട്ടുള്ളൂ. കാരണം വലിയ ആഴം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇറങ്ങുന്ന സമയത്തൊക്കെ ഏകദേശം മുട്ടിന് അരയ്ക്കൊപ്പം മാത്രമേ ആ തോട്ടിൽ ആ സമയത്ത് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നും മാലിന്യങ്ങൾ കോരി മുകളിലേക്ക് എത്തിച്ച് നീക്കം ചെയ്യുന്ന നടപടികളിലേക്കായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ നഗരസഭ തൊഴിലാളികൾ സ്വീകരിച്ചു വരുന്നത്. ആ സമയത്ത് ഏകദേശം പണി ആരംഭിച്ച് അല്പസമയത്തിനകം തന്നെ ഈ അപകടം സംഭവിച്ചു എന്നാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ആ സമയത്ത് ആരംഭിച്ചത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഈ ജോയി ഒലിച്ചു പോകുന്നത് കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ ശ്രദ്ധയിൽപ്പെടുകയും ഉടൻ തന്നെ ഫയർഫോഴ്സിലൊക്കെ വിവരം അറിയിക്കുകയും ചെയ്തു. അവരെത്തി രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിച്ചെങ്കിലും ഈ ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആദ്യം മാലിന്യത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന സംശയത്തോടു കൂടി മാലിന്യങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റിയുള്ള പരിശോധനയായിരുന്നു ഫയർഫോഴ്സ് നടത്തിയിരുന്നത്. പിന്നീടാണ് സ്കൂബ ടീം എത്തി ഉൾവശത്തേക്ക് അല്ലെങ്കിൽ അടിയിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുക ാവാം എന്ന വിലയിരുത്തലും അത്തരത്തിൽ സ്കൂബ ടീം അടിയിലേക്ക് പോയി ഈ പരിശോധന നടത്തുകയും ചെയ്തത്. പക്ഷേ അധിക ദൂരം സ്കൂബ ടീമിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത്രയ്ക്ക് മാലിന്യ കൂമ്പാരം അടിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ അകത്തെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗത്തിനപ്പുറത്തേക്ക് വലിയ ടണലാണ് ഉള്ളത്. ഈ റെയിൽവേ ട്രാക്കിൻ്റെ അടിയിലൂടെ പോകുന്ന വലിയ ടണലാണ്. ആ ടണലിൽ അങ്ങോട്ട് കടക്കണമെങ്കിൽ കൃത്യമായി ഇവിടെ സുരക്ഷ ഈ പ്ലാസ്റ്റിക് ഇപ്പോൾ കൊടുക്കുന്ന പ്ലാസ്റ്റിക്കും കുപ്പികളും മറ്റു മാലിന്യങ്ങളൊക്കെ മാറ്റിയാൽ മാത്രമേ ആ വശത്തേക്ക് പോകാൻ കഴിയുള്ളൂ. ആ ഒരു സുരക്ഷാ നടപടികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഉള്ളോട്ട് പോകാൻ അവർക്ക് കഴിയാത്ത സാഹചര്യമാണ്. അത്രയ്ക്ക് മാലിന്യങ്ങൾ അവിടെ കുമിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന മാലിന്യ കൂമ്പാരങ്ങൾ കൃത്യമായി അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ ഈ സ്കൂബ ടീമിന് പോലും അകത്തേക്ക് പോയി ഈ പരിശോധന ജോയിക്കാനുള്ള തിരച്ചിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ആ ഒരു ദൗത്യത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉള്ളത്. എന്തായാലും ആ നടപടികളൊക്കെ വേഗത്തിലാക്കി ജോയിയെ കണ്ടെത്താനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത്. തിരുവനന്തപുരം നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരാണ്. മഴയ്ക്ക് മുമ്പ് പലപ്പോഴായി ഈ ആമയിഞ്ച തോട് വൃത്തിയാക്കണമെന്നുള്ള ആവശ്യമൊക്കെ പല നാട്ടുകാരും പലരും ഒക്കെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഈ പെട്ടെന്നുണ്ടായ ഈ മഴയാണ് അപകടത്തിന് കാരണമായെന്ന ഒരു പ്രാഥമിക വിലയിരുത്തലാണുള്ളത്. രക്ഷാപ്രവർത്തനം കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ആ രക്ഷാപ്രവർത്തനം നേരിടുന്നതെന്നും ഉള്ള വിവരങ്ങൾ നമുക്ക് അവിടുന്ന് ലഭിക്കുന്നത്. കാരണം മാലിന്യ കൂമ്പാരം കട്ടിയായി തന്നെ അവിടെ നിൽക്കുന്നതാണ് ഈ വലിയ പ്രതിസന്ധിക്ക് കാരണമുള്ളത്. ഓരോ സമയം വൈകുന്നതും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം
ആ കൂടിക്കിടക്കുന്ന മാലിന്യ കൂമ്പാരം അതിനുള്ളിൽ പെട്ടാൽ ഒരാളെ എങ്ങനെ പുറത്തേക്കെടുക്കും എന്നത് വലിയ ഒരു ചോദ്യമാണ്. അത് കണ്ടെത്തുക തന്നെ വളരെ ദുഷ്കരമായ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കൂടുതൽ ആളുകളെത്തി ആ മാലിന്യങ്ങൾ വേഗത്തിൽ അവിടെ നിന്നും മാറ്റി സ്കൂബ ടീമിന് അകത്ത് പോയി പരിശോധന നടത്താനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടെ നിന്നും മാലിന്യങ്ങൾ ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരുമിച്ച് കൂടിക്കിടക്കുന്ന ആ മാലിന്യ കൂമ്പാരം തള്ളി മറുവശത്തേക്ക് മാറ്റി അകത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അകത്തു പോയി ആ ടനലിൻ്റെ ഭാഗങ്ങളിലൊക്കെ പരിശോധിച്ച് അവിടെ ജോയി ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഫയർഫോഴ്സ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രക്ഷാപ്രവർത്തന ദൗത്യമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറെ ദുഷ്കരമായ ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് ഫയർഫോഴ്സ് ഇപ്പോൾ നടത്തുന്നത്. ഈ തിരുവനന്തപുരം നഗരത്തിലെ വലിയൊരു മാലിന്യ കൂമ്പാരമായി ആമയിഞ്ചാൻ തോട് മാറുന്നു എന്നത് ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. കുപ്പികളും പ്ലാസ്റ്റിക്കും പാട്ടകളും അടക്കം സകല വേസ്റ്റുകളും വന്ന് അടിഞ്ഞു ചേരുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ആമയിഞ്ചാൻ തോടിൻ്റെ ഈ ഭാഗങ്ങളിൽ. ഇവിടെ കുടുങ്ങിയാൽ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന ചോദ്യം കൂടിയാണ് ഈ രക്ഷാപ്രവർത്തനം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ അതിലേക്ക് വീണാൽ പോലും രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാകുന്ന ഒരു സാഹചര്യമാണെന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. വളരെ ആഴത്തിലുള്ളതാണ് ഈ ആമയിഞ്ചാൻ തോട്. റോഡിൽ നിന്നും വളരെ താഴ്ന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ നിന്നും ഈ ശക്തമായ മഴ പെയ്ത സമയത്ത് ജോയിക്ക് ആ ഭാഗത്തേക്ക് എത്തി മുകളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. അതിനിടയിലാണ് ഈ മഴവെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ ഒഴുക്കിൽപ്പെടുകയും ഈ മാലിന്യത്തിൻ്റെ ഭാഗത്തേക്ക് ഒഴുകിപ്പോവുകയും ചെയ്തിരിക്കുന്നത്. മാലിന്യങ്ങൾക്ക് അടിയിലാണോ അല്ലെങ്കിൽ അപ്പുറത്തെ ടണലിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുകയാണോ അല്ലെങ്കിൽ അതിലൂടെ മറുവശത്തെത്തിയോ എന്നടക്കമുള്ള പരിശോധനയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉള്ളോട്ട് പോകാനായുള്ള കഠിന പരിശ്രമത്തിലാണ് ഫയർഫോഴ്സ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഏകദേശം ഈ അപകടം സംഭവിച്ച ഉടനെ തന്നെ ഫയർഫോഴ്സ് അവിടെ എത്തുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 3 മണിക്കൂറോളമായി ഇപ്പോൾ ജോയിയെ കാണാതായിട്ട് ആ ജോയിയെ കണ്ടെത്താനുള്ള ശ്രമം രക്ഷാദൗത്യം ഇപ്പോഴും തുടരുകയാണ്. വളരെ ദുഷ്കരമായ ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് ഫയർഫോഴ്സ് ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാലിന്യ കൂമ്പാരങ്ങൾ അവിടെ നിന്നും മാറ്റിയ ശേഷം വീണ്ടും സ്കൂബ ടീം അകത്ത് പോയി പരിശോധന നടത്തും. കൂടുതൽ ഫയർഫോഴ്സ് അംഗങ്ങൾ അവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആ മാലിന്യങ്ങളൊക്കെ അവിടെ നിന്നും മാറ്റാനും ടണൽ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്ന മാലിന്യങ്ങളൊക്കെ അവിടെ നിന്ന് നീക്കാനുമായി കൂടുതൽ ഫയർഫോഴ്സ് അംഗങ്ങൾ ഇപ്പോൾ തോട്ടിലേക്ക് ആമയിഞ്ചാൻ തോടിൻ്റെ ഈ തോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം എല്ലാവരും കൂടി അവിടെ നിന്നും ആ മാലിന്യങ്ങൾക്ക് മാറ്റിയ ശേഷമായിരിക്കും വീണ്ടും ഫയർഫോഴ്സ് അംഗങ്ങൾ ഈ ടണലിൻ്റെ ഭാഗങ്ങളിലേക്കും ടണലിനകത്തും ഇറങ്ങി പരിശോധന നടത്തുക എന്നാണ് ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ഒരു മാലിന്യ കൂമ്പാരം തന്നെ അടിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും അവിടെ വെള്ളക്കെട്ടുണ്ടാകുകയും അതോടൊപ്പം തന്നെ ശക്തമായ മഴ സമയത്ത് വെള്ളം കയറുന്നതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാലിന്യ കൂമ്പാരങ്ങൾ അവിടെ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നതാണ്. അത് ഈ അടിഞ്ഞു കിടക്കുന്നത് അവിടെ ഉണ്ടാകുന്ന ഈ മഴവെള്ളത്തെ ഒഴുകി പോകുന്ന തടസ്സം ഉണ്ടാക്കുകയും പ്രതിസന്ധി ഉണ്ടാകുകയും പിന്നീട് വെള്ളം ഉയരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാക്കാറുള്ളത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.